Work done or energy transferred equals force into distance moved by the body in the direction of the force. W equals F into D, where W is the work done in Joule. F is the force in Newton. D is the distance moved by the body in the direction of the force in meter. വർക്ക് ഡൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. W ഈക്വൽസ് എഫ് ഇൻറ്റു ഡി എന്നുള്ള ഇക്വേഷനാണിത്. വർക്ക് ഡൺ ബൈ സിമ്പിൾ മെഷീൻസ്. എ സിമ്പിൾ മെഷീൻ ഡസ് നോട്ട് റെഡ്യൂസ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. എ പേഴ്സൺ യൂസിങ് എ സിമ്പിൾ മെഷീൻ does the same amount of work as the person not using the simple machine. Yet simple machines are useful to us. How? ഒരു സിമ്പിൾ മെഷീൻ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ എമൗണ്ട് കുറയ്ക്കത്തില്ല. അപ്പോൾ സിമ്പിൾ മെഷീൻ എന്താണ് ചെയ്യുന്നത്? One of the ways simple machine help us in that they allow a person to use less force to do the same amount of work. നമ്മൾ ചെയ്യേണ്ട വർക്കിൻ്റെ അളവ് കുറയ്ക്കത്തില്ല, എന്നാൽ ആ വർക്ക് ചെയ്യാൻ നമ്മൾ കുറച്ച് ഫോഴ്സ് മാത്രം ഉപയോഗിച്ചാൽ മതി. വർക്ക് ചെയ്യാൻ നമ്മളൊരു ഫോഴ്സ് ഉപയോഗിക്കണം. ആ ഫോഴ്സിൻ്റെ നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചു. ഓക്കെ, W ഈക്വൽസ് എഫ് ഇൻറ്റു ഡി എന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എഫിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് സിമ്പിൾ മെഷീൻ ചെയ്യുന്നത്. വൺ ഓഫ് ദ വേ സിമ്പിൾ മെഷീൻ ഹെൽപ്പ് അസ് ഇൻ ദാറ്റ് they allow a person to use less force to do the same amount of work. But the person must exert the force over the greater distance. So at that time, the distance will be increased. Okay. To make the point clear, let us consider an example. Let's say an object was lifted to height 0.5 meter using a force 20 Newton. 20 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് 1/2 മീറ്റർ 0.5 മീറ്റർ ഉയർത്താൻ 20 ന്യൂട്ടൺ ഫോഴ്സ് വേണം. വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ ഇൻ റൈസിങ് ദ ഒബ്ജക്റ്റ്? അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഉയർത്തുവാൻ എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യണം? വർക്ക് ഡൺ ഈക്വൽസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, സോ 20 Newton into 0.5 meter equals 10 Nm or 10 Joule. Joule is the SI unit of work. When you use a ram, a simple machine 1 meter length, to lift the same object to the same height, you need to use a force of only 10 Newton instead of 20 Newton. നമ്മൾ മുമ്പേ പറഞ്ഞ കേസിൽ 20 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് ഒരു വ്യക്തി 0.5 മീറ്റർ, അതായത് 1/2 മീറ്റർ വസ്തു ഉയർത്താൻ വേണ്ടി അയാൾ ഉപയോഗിച്ച ഫോഴ്സ് 20 ന്യൂട്ടണാണ്. എന്നാലൊരു സിമ്പിൾ മെഷീനായിട്ട് മെഷീൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ, ചെരിഞ്ഞ പ്രതലം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ 1/2 മീറ്റർ ഡിസ്റ്റൻസ് എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ ചെരിഞ്ഞ പ്രതലം ആ ഡിസ്റ്റൻസ് കൂട്ടുമ്പോൾ നമ്മൾ ഒരു മീറ്റർ ആകും. 1/2 മീറ്റർ എന്നുള്ള 1 മീറ്റർ ആകും. ആ സിമ്പിൾ മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ അളവ് കുറയും. 20 ന്യൂട്ടൺ ഉപയോഗിച്ചെടുത്ത് വി നീഡ് ടു യൂസ് ഓൺലി 10 ന്യൂട്ടൺ. 20 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ചെടുത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 10 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ചാൽ മതിയാവും. പക്ഷേ ആ സമയം ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ഡിസ്റ്റൻസ്, എത്രത്തോളം ഫോഴ്സ് ഉപയോഗിച്ച് വസ്തുവിനെ ഡിസ്പ്ലേസ് ചെയ്യണം, അതിൻ്റെ അളവ് കൂടും. അതിൻ്റെ അളവ് കൂടുമ്പോൾ
we will again get 1 meter into 10 Newton equals, again we get 10 joule. Okay. So amount of work in both cases are same. But in second case, when we use the inclined plane, we can reduce the force we applied to do the work. നമ്മൾ ഇൻക്ലൈൻ പ്ലെയിൻ ഉപയോഗിച്ചപ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഫോഴ്സിനെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. കുറച്ച് ഫോഴ്സ് ഉപയോഗിച്ച്, പകുതി ഫോഴ്സ് ഉപയോഗിച്ചാൽ മതി. നമ്മൾ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ, ഒരു വ്യക്തി ഷി ട്രൈ ടു lift an object by applying 20 Newton force. The displacement of object is, you can see, 0.5 meter. ആ വാനും വസ്തു നിരത്തിരുന്ന ആ സ്ഥലവും തമ്മിലുള്ള ദൂരം 0.5, അതായത് 1/2 മീറ്ററാണ്. എന്നാൽ ആ വ്യക്തി തന്നെ ഇവിടെ ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ഉപയോഗിക്കുന്നു, ഒരു ചെരിഞ്ഞ പ്രതലം ഉപയോഗിക്കുമ്പോൾ ഇവിടെ 20 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ചാണ് ഫസ്റ്റ് കേസിൽ. ഇൻ ദ ഫസ്റ്റ് കേസ് ഷീ അപ്ലൈ 20 ന്യൂട്ടൺ ഫോഴ്സ്. ദ സെക്കൻഡ് കേസ് ഷീ നീഡ് ടു അപ്ലൈ ഓൺലി 10 ന്യൂട്ടൺ ഫോഴ്സ് ബിക്കോസ് ഓഫ് ദിസ് simple machine, that is inclined plane. But you can see displacement of object. ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്യാൻ അതിന് ദൂരം നോക്കുക. ഇൻക്ലൈൻഡ് പ്ലെയിൻ വന്നതുകൊണ്ട് 1 മീറ്ററായിട്ട് ദൂരം കൂടുവാനിടയായി തന്നു. 1/2 മീറ്റർ ഉള്ളായിരുന്നു, അത് 1 മീറ്ററായി തന്നു. അപ്പോൾ നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുമ്പോൾ W ഈക്വൽസ് F ഇൻറ്റു D. F ഈക്വൽസ് 10 ന്യൂട്ടൺ ആൻഡ് D is 1. 10 into 1 equals 1. That means the work done is 10 joules in the second case. First case also work done is 10 joule. How machine make our work easier? എങ്ങനെയാണ് മെഷീൻസ് നമ്മുടെ വർക്ക് ഈസി ആക്കുന്നത്? ഫസ്റ്റ് വൺ, ചേഞ്ചിങ് ദ ഡിറക്ഷൻ ഓഫ് ഫോഴ്സ്. ഒന്നാമത്, നമ്മൾ വർക്ക് ചെയ്യേണ്ട ഡിറക്ഷൻ അത് ചേഞ്ച് ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ പണ്ട് വെള്ളം കോരുന്നത് തൊട്ടിയും കയറും ഒക്കെ ഉപയോഗിച്ച് നേരെ മുകളിലേക്ക് വലിച്ചു കോരുകയായിരുന്നു. എന്നാൽ സിമ്പിൾ മെഷീനായ കപ്പി എന്ന് പറയുന്ന ആ പുള്ളി വന്നപ്പോൾ ഇറ്റ് ചേഞ്ച് ദ ഡിറക്ഷൻ ഓഫ് ഫോഴ്സ് വി അപ്ലൈ. നമുക്ക് താഴോട്ട് അപ്ലൈ ചെയ്യാനാണ് നമുക്ക് എളുപ്പം. മുകളിലോട്ട് വലിച്ചു കയറ്റുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് താഴോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യാനാണ്. അതെന്നെ ചെയ്തു, സിമ്പിൾ മെഷീൻ കൊണ്ട് ഇറ്റ് ചേഞ്ച് ദ ഡിറക്ഷൻ ഓഫ് ഫോഴ്സ് വി അപ്ലൈ. ഓക്കെ, സെക്കൻഡ് വൺ, ചേഞ്ചിങ് ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് വി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ എമൗണ്ട് ഇത് ചേഞ്ച് ചെയ്തു, കുറച്ചു. ഓക്കെ, നമുക്ക് കുറച്ച് ഫോഴ്സ് എക്സെർട്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും, എമൗണ്ട് കുറച്ചു. തേർഡ്, ഇൻക്രീസിങ് ദ ഡിസ്റ്റൻസ് ഓവർ വിച്ച് ദ ഫോഴ്സ് ഇസ് അപ്ലൈഡ്. അത് നമ്മൾ എമൗണ്ട് കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതിയെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് കൂട്ടി. ഇൻക്രീസ് ദ distance over which the force is applied. First one, changing the direction of force. Second one, changing the amount of force applied. Then increasing the distance over which the force is applied. Types of simple machines. Simple machines are of 6 main types: lever, inclined plane, screw, wedge,
വീൽ ആൻഡ് ആക്സിൽ ആൻഡ് പുള്ളി. സിമ്പിൾ മെഷീനിലെ പ്രധാനപ്പെട്ട 6 തരത്തിലുള്ള സിമ്പിൾ മെഷീൻസ് ഉണ്ട്, അല്ലെങ്കിൽ 6 നമുക്ക് തിരിക്കാം. ഫസ്റ്റ് വൺ ലിവർ, ഇൻക്ലൈൻഡ് പ്ലെയിൻ, സ്ക്രൂ, വെഡ്ജ്, വീൽ ആൻഡ് ആക്സിൽ ആൻഡ് പുള്ളി. ഫസ്റ്റ് വൺ ലിവർ. ലിവർ ഇസ് ദ സിംപ്ലസ്റ്റ് മെഷീൻ ഓഫ് ഓൾ. സിമ്പിൾ മെഷീനിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെഷീനാണ് ലിവർ. In its basic form, a lever is a rigid rod that can turn freely around a fixed point of support. ലിവർ എന്ന് പറഞ്ഞാൽ റിജിഡ് റോഡാണ്, ഒരു നേരെയുള്ള റോഡ്. ദാറ്റ് ക്യാൻ ടേൺ ഫ്രീലി അറൗണ്ട് എ ഫിക്സഡ് പോയിൻ്റ് ഓഫ് സപ്പോർട്ട്. അപ്പം ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് അതിന് ടേൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ലിവറിൻ്റെ പ്രത്യേകത. ലിവർ കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് പാർട്സ്. ലിവറിന് താഴെ പറയുന്ന പാർട്സുകളുണ്ടാകും. There are 3 important parts in a simple machine: load, fulcrum, effort. This force, that is called effort. നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വസ്തു, അതിനെ നമ്മൾ ലോഡ് എന്ന് വിളിക്കും. ദ ഫിക്സഡ് പോയിൻറ്റ് ഈസ് നോൺ ആസ് ഫൾക്രം. ദ ഫോഴ്സ് വി അപ്ലൈഡ് ഓൺ ദ other end is called effort. 3 important points, position for the simple machine or lever, load, fulcrum and effort. The distance between fulcrum and load is called load arm. Distance between force or effort and fulcrum is called effort arm. എഫോർട്ടും ഫൾക്രവും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിന് എഫോർട്ട് ആം എന്ന് പറയുന്നു. ലോഡും ഫൾക്രവും തമ്മിലുള്ള ആ ദൂരത്തെ നമ്മൾ ലോഡാം എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത് ലിവറാണ്. ഒരു ലിവറാണ് നമ്മൾ കാണുന്നത്. ലിവറിൻ്റെ 3 ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു: ലോഡ്, ഫൾക്രം, ഫോഴ്സ്. According to the position, on the basis of the position of load, fulcrum and force, we can categorize liver into 3 types. 3 തരത്തിൽ നമുക്ക് ലിവറിനെ തിരിക്കാം. ക്ലാസ് 1 ലിവർ, ക്ലാസ് 2 ലിവർ and ക്ലാസ് 3 ലിവർ. We already seen that there are 3 important parts for a simple machine. First one, fulcrum. This is the fixed point about which the rod turns freely. റോഡ് ടേൺ ചെയ്യുന്ന ആ ഫിക്സഡ് പോയിൻറ്റിനെ നമ്മൾ ഫൾക്രം എന്ന് പറയുന്നു. നെക്സ്റ്റ്, ലോഡ്. ദിസ് ഈസ് ദ ഓബ്ജക്റ്റ് ദാറ്റ് ഹാസ് ടു ബി ലിഫ്റ്റഡ്, കട്ട് ഓർ മൂവ്. നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ട, അതെല്ലാം കട്ട് ചെയ്യേണ്ട, മൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ നമ്മൾ ലോഡ് എന്ന് പറയുന്നു. എഫോർട്ട്. ദിസ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് വൺ നീഡ്സ് ടു അപ്ലൈ ഓൺ ദ മെഷീൻ ടു പെർഫോം എ ടാസ്ക്. ഇൻ ഓർഡർ ടു പെർഫോം എ ടാസ്ക്, we want to apply a force in the machine. That is called effort. The distance of the fulcrum from the point at which load act is called load arm. ഫൾക്രവും ലോഡും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ലോഡ് ആം എന്ന് പറയുന്നു. ഡിസ്റ്റൻസ് ഓഫ് ദ ഫൾക്രം ഫ്രം ദ പോയിന്റ് അറ്റ് വിച്ച് the effort is applied is called effort arm. The distance between the effort and fulcrum is called effort arm.